ഹലോ, നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. ഇപ്പം നമുക്കറിയാം ചക്ക സീസണാണ്. നമ്മൾ മലയാളികൾ ചക്ക കൊണ്ടുണ്ടാക്കാത്ത ഒരൈറ്റം പോലും ഉണ്ടാവാറില്ല. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചക്ക കൊണ്ടുള്ള ഉപ്പേരിയാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഒരു ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചക്കയെല്ലാം പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് ചുളയെല്ലാം അടർത്തിയെടുക്കണം. എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചക്ക കിട്ടുമ്പോഴേ ഇതുപോലെ തയ്യാറാക്കി വെക്കുന്നത് ഉപ്പേരിയായിട്ട് വീട്ടിൽ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് ഒരുപാട് സ്നാക്സ് മേടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ടല്ലേ. അപ്പോൾ നമുക്കിതുപോലെ കിട്ടുന്ന നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വറുത്ത് വെച്ചാൽ കുട്ടികൾക്ക് നല്ല ഒരു ഐറ്റമാണ് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ തുളകളെല്ലാം അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് വൃത്തിയാക്കാൻ കിടക്കുകയാണ്. അതിനകത്ത് കുരു ഉണ്ട്, അകത്ത് ചകിണിയെല്ലാം ഉണ്ട്. ഇതെല്ലാം നമുക്ക് മാറ്റിയെടുത്ത് വൃത്തിയാക്കണം. അതിനായിട്ട് നമുക്ക് രണ്ടായിട്ട് പൊളന്നാൽ തന്നെ അതിനകത്തെ കുരു വേഗത്തിൽ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതങ്ങനെ വൃത്തിയാക്കിയെടുക്കാം. ഇനി ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സമയത്ത് പാർക്കുട്ടി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ചക്ക വറുത്തതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് എന്നോട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ കുറേ നേരമായി ഇതും കൊണ്ടിരിക്കുന്നു, എന്നിട്ടൊന്നും ഇത് ഐറ്റം തീരുന്നില്ല, വൃത്തിയാക്കി തീരുന്നില്ല. അപ്പം അമ്മയെ കൂടെ വിളിച്ചു. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഇരുന്ന് വേഗം അത് ചെയ്ത് തീർക്കാനായിട്ട് നോക്കുകയാണ്. രാത്രി കുറേ സമയം സന്ധ്യയായപ്പം തൊട്ട് ഇരുന്നതാണിത്. അപ്പോൾ ഒന്നും ആവുന്നില്ല. അപ്പോൾ അമ്മയും കൂടെ വന്നിരുന്നപ്പോഴത്തേക്ക് ഇപ്പോൾ വേഗം അത് തീരുന്നുണ്ട്. ഇപ്പോൾ അത് എല്ലാം നമ്മൾ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുളയുടെ രണ്ട് അറ്റവും കട്ട് ചെയ്ത് മാറ്റി വെക്കണം. നമ്മളത് കട്ട് ചെയ്തിട്ട് കളയേണ്ട ആവശ്യമില്ല. നമുക്കത് വേവിച്ചെടുക്കാനായിട്ട് ചക്ക വേവിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ രണ്ട് വശവും നമ്മളത് കട്ട് ചെയ്ത് കളയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വറക്കുന്ന സമയത്ത് കട്ടി വരും, അല്ലെങ്കിൽ ആ രണ്ട് സൈഡിനും കട്ടിയുള്ളതാണ്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നത് നമ്മൾ കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളത് വേവിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ അത് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ചുളകളെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് തീരെ കട്ടി കുറഞ്ഞ ചുളയാണിത്, അതുകൊണ്ടാണ് ശകലം വീതി കൂട്ടി അരിഞ്ഞിരിക്കുന്നത്. ഒട്ടും കട്ടിയില്ല, വറക്കാൻ നല്ല ചക്കയായിരുന്നിത്, അതുകൊണ്ടാണ് ഇത്രയും വീതിക്ക് അരിഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്താൽ തന്നെ ഒരു ഭംഗിയുണ്ട്, അതിന് കാണാൻ തന്നെ ഒരേ ഷേപ്പിലൊക്കെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ കറുമുറ എന്നുള്ള രീതിയിലത് കിട്ടത്തില്ല. അപ്പം ഞാനിപ്പം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുള അതിനകത്തോട്ടിട്ട് വറക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇടയ്ക്ക് സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം ഞാൻ എണ്ണയാണെങ്കിൽ മൂത്തോന്ന് തിളച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് ഇട്ട് നോക്കിയതാണ്. അപ്പോൾ എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കുറേശ്ശെയായിട്ട് ഇടുകയാണ്. അപ്പം ഈ ചുള ഇടുമ്പോൾ ഈ തിളപ്പ് അതിനകത്ത് ഉണ്ടാകണം, എന്നാലേ ആ വെളിച്ചെണ്ണ കറക്റ്റ് ഇതിലാവത്തുള്ളൂ. ഞാൻ ചുളയിട്ട സമയത്തെ അതിൻ്റെ പുക മുകളിലോട്ട് കയറി വന്നതാണ്, ക്യാമറ പോലും മങ്ങി. അപ്പോൾ നമ്മൾ ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് കഴിയാതെ നമ്മൾ തവിയൊന്നും അതിനകത്തോട്ട് ഇടാൻ പാടില്ല. അപ്പോൾ അത് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവൂ. അപ്പം ചിലവർ ഉപ്പൊക്കെ കലക്കി ഇങ്ങനെ വെക്കും. എന്നിട്ട് അവസാനം ആകുമ്പോഴത്തേക്ക് ഒരു മൂക്കാറാകുമ്പോഴത്തേക്ക് ഒഴിച്ച് കൊടുക്കും. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ കലക്കി വെച്ചിട്ട് നമ്മൾ ഇടുന്നതിന് മുമ്പ്, ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇടുന്നതിന് മുമ്പ് അത് പുരട്ടി വെക്കുന്നവരുമുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത്, ഇപ്പം ഇതിനകത്തിട്ട് തിളച്ച് കഴിഞ്ഞ് മൂക്കാറാകുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടിയെ മുകളിൽ ചേറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം
അപ്പോൾ നമ്മൾ മൂക്കാറാവുമ്പോൾ അറിയുന്നത് ഒരു കിലിക്കിലോ എന്ന് പറഞ്ഞ ഒരു ഇളക്കുമ്പോൾ നമുക്ക് ഒരു സൗണ്ട് കേൾക്കും. അപ്പം ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ മഞ്ഞൾപ്പൊടി ഒന്ന് ചേറി കൊടുക്കുക ചെയ്യുന്നത്, എന്നിട്ട് ഇളക്കും. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ചിലവരൊക്കെ ആദ്യമേ കലക്കി വെച്ചിട്ട് പുരട്ടി കൊടുത്തേച്ചാണ് അതിനകത്ത് ഇടുന്നത്. ഇതിപ്പം എങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. വീട്ടിലിരിക്കുന്ന സമയത്ത്, ഇപ്പം വെക്കേഷൻ സമയമാണ്, കയറി ഇറങ്ങി ഓരോന്ന് കഴിക്കുന്ന ഒരു ഇതാണ് കുട്ടികളുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് എപ്പോഴും കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. അപ്പം നമ്മുടെ ഉപ്പേരി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അത് കോരി നമുക്കെല്ലാം അറിയാം, കിഴുത്ത പാത്രത്തിലാണ് നമ്മളത് കോരിയിടുന്നത്. അപ്പം നമുക്കതിനകത്തോട്ട് മാറ്റാം. അടിയിൽ പാത്രം വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഊറി പോകാനായിട്ട്. അപ്പോൾ നമുക്കതിനകത്തോട്ട് മാറ്റാം. ഇത് വറുത്തപ്പോഴും ശ്രദ്ധിച്ചോ, നമുക്ക് ഒരു വെള്ള കളർ ഇതിന് വന്നിട്ടുണ്ട്. ഇരിക്കും തോറും അതിന് വെച്ചാലും കൂടി കളർ വരും. അപ്പം ഇത് സാധാരണ ഇങ്ങനത്തെ ഒരു ചക്കയാണ്. നമ്മൾ നേരത്തെയും വറുത്ത് നോക്കിയിട്ടുള്ളതാണ്. ഈ കളർ തന്നെയാണ് വരുന്നത്. നല്ല ടേസ്റ്റാണ്. പക്ഷേ സാധാരണ ചക്കകളിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് ഇത് വറുത്തതിന് വരുന്നത്. അപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് വീട്ടിൽ ഇത് തയ്യാറാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും പറഞ്ഞതേ ഉള്ളൂ. നമ്മളപ്പം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ വറുത്തെടുത്ത് വയ്ക്കുകയാണ്. ഇതപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്തത്. എല്ലാവരും സൺഫ്ലവർ ഓയിലിലൊക്കെയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ വെച്ചാൽ വറക്കാത്തത് മിക്കവരും പേര് അത് കനച്ചു പോകും. അതുകൊണ്ടാണ് നമുക്കിപ്പം ഇത് കുറച്ച് ദിവസമൊന്നും ഇരിക്കത്തില്ല. ഇവിടെ കുഞ്ഞുള്ളതുകൊണ്ട് അവൾ കഴിച്ചോളും. അതുകൊണ്ട് കുറേ ദിവസത്തേക്കൊന്നും നമ്മൾ വെച്ചേക്കാനല്ല, അവൾ അത് തീർത്തോളും വേഗം തന്നെ. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിൽ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ടേസ്റ്റുമാണ്, എല്ലാം സെയിം ടേസ്റ്റ് തന്നെയാണ്. ഞാൻ അതിന് ശേഷമാണ് ഉപ്പ് ഇങ്ങനെ വിതറുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊട്ടുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഉപ്പ് കലക്കിയിട്ട് മൂക്കാറാകുമ്പോൾ അതിനകത്ത് ഒഴിച്ച് കൊടുക്കാറുണ്ട്. നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചക്ക ഉപ്പേരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഉപ്പേരിയാണ്. നല്ല കറുമുറാന്ന് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവരും അപ്പോൾ ഇതുണ്ടാക്കി നോക്കണം. എല്ലാവരുടെയും വീട്ടിൽ ഇപ്പം ചക്ക ഉണ്ടാകുന്ന ഒരു സീസണാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.